ഹായ് ഹലോ നമസ്കാരം. 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ റീവാലുവേഷന് നമുക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ റീവാലുവേഷന് വേണ്ടി ഓൺലൈനിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മെയ് 15 വൈകിട്ട് 4 മണിക്ക് മുമ്പേ വരെ മാത്രമേ ഈ ഓൺലൈനിലൂടെ നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചാർജുകൾ വരുന്നത് റിവാലുവേഷന് പേപ്പർ 1-ന് 400 രൂപയും ഫോട്ടോ കോപ്പിക്ക് 200 രൂപയും സ്ക്രൂട്ടിനി ചെയ്യുന്നതിനായിട്ട് 50 രൂപയുമാണ് വരുന്നത്. ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രിൻ്റ് ഔട്ടും അതുപോലെ അപേക്ഷാ ഫീസും കൂടെ നമ്മൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് ആ സ്ഥാപനത്തിലെ ഹെഡ് മാസ്റ്ററുടെ കൈവശമാണ് നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ പ്രിൻ്റ് ഔട്ടും അപേക്ഷാ ഫീസും പ്രധാന അധ്യാപകൻ്റെ അടുത്ത് എത്തിക്കേണ്ട അവസാന തീയതി മെയ് 15-ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് റീവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ SSLC എക്സാം റീവാലുവേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് റീവാലുവേഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇനി ഈ സ്ക്രീൻ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായിട്ട് വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം OK ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടു താഴെ തന്നെ കുട്ടിയുടെ പേരും സെൻറ്റർ കോഡും കുട്ടിക്ക് ലഭിച്ച മാർക്കിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും ഗ്രേഡ് തിരിച്ച് നമുക്കിവിടെ റിസൾട്ടായിട്ട് കാണാം. ഓരോ വിഷയങ്ങൾക്കും യഥാക്രമം താഴെയായിട്ട് 3 കോളങ്ങൾ നമുക്ക് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതിലാദ്യം കാണുന്നത് റിവാലുവേഷനും, രണ്ടാമത് കാണുന്നത് ഫോട്ടോ കോപ്പിക്കുള്ളതും, മൂന്നാമത് കാണുന്നത് സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. ഇതിൽ ഏത് വിഷയത്തിനാണോ നമുക്ക് റിവാലുവേഷൻ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ സ്ക്രൂട്ടിനി കൊടുക്കേണ്ടത് അതിന് നേരെ നമുക്ക് ആ ടിക്ക് മാർക്കുകൾ കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 2-ന് റിവാലുവേഷന് വേണ്ടി ഞാൻ ആദ്യത്തെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇനി ഏതിനൊക്കെയാണോ കൊടുക്കേണ്ടത് അതിന് നേരെയുള്ള ടിക്ക് മാർക്കുകൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് താഴെ നമുക്ക് എമൗണ്ട് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ റീവാലുവേഷൻ ഒരു പേപ്പർ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് താഴെ എമൗണ്ട് 400 രൂപ കാണാം. ഇനി ഒരു വിഷയത്തിലും കൂടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് ചേഞ്ച് ആവുന്നത് കാണാവുന്നതാണ്. ഇങ്ങനെ ഇത് വളരെ ശ്രദ്ധിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ OK ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത വിവരങ്ങൾ ഒന്നുകൂടെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് എഡിറ്റ് ആപ്ലിക്കേഷനും കാണാം, അതുപോലെ ഫൈനൽ കൺഫർമേഷനും കാണാം. ഇവിടെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വിൻഡോയിലേക്ക് തന്നെ വീണ്ടും വരുന്നതാണ്. അതിനുശേഷം അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ വീണ്ടും നമുക്ക് ഈ കൺഫർമേഷൻ ചെയ്യാനുള്ള വിൻഡോയിലേക്ക് എത്തും. ഇവിടെ നിന്നും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധിക്കുന്നതല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ജസ്റ്റ് സാമ്പിളായിട്ട് കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നില്ല. ഇത് ഇത്തരത്തിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്ത മറ്റൊരു വിദ്യാർത്ഥിയുടെ ഫൈനൽ റിപ്പോർട്ടാണിത്. ഈ ഒരു പേപ്പർ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ എവിടെയാണ് പരീക്ഷ എഴുതിയത് ആ സ്ഥാപനത്തിൽ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ ഈ ഒരു പേപ്പറും സൈൻ ചെയ്ത പേപ്പറും അതുപോലെ ഇതിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടും നമ്മൾ ഹെഡ് മാസ്റ്ററുടെ കൈവശമാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷ മെയ് 15-ന് വൈകിട്ട് 4 മണിക്ക് മുമ്പായി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പറും ഇതിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ടും അതേ ദിവസം തന്നെ വൈകിട്ട് 5 മണിക്ക് മുന്നേ തന്നെ അതാത് സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ കൈവശം അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.